നമസ്കാരം. മെയ് 4-ന് ഇനി 6 ദിവസങ്ങൾ. രാഷ്ട്രീയ കേരളം ചങ്കിടിപ്പോടുകൂടി കാത്തിരിക്കുന്ന ദിനം മെയ് 4. അന്നാണ് നമ്മുടെ നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. 3 പാർട്ടികളുടെയും ഹൃദയമിടിപ്പ് നല്ല താളത്തിൽ കേരളം മുഴുവൻ കേൾക്കാം. UDF-ന് അധികാരം പിടിക്കണം, LDF-ന് 3-ാം ഊഴം വേണം, BJP-ക്ക് ശക്തി തെളിയിക്കണം. വോട്ട് പെട്ടിപൊട്ടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കൂട്ടിയും കിഴിച്ചും തലപുകച്ച മുന്നണികൾ വൊപ്രാളപ്പെട്ടു തുടങ്ങി. നേരത്തെ പറഞ്ഞ വാക്കുകൾ 3 പാർട്ടിക്കാരും 3 മുന്നണികളും വിഴുങ്ങി തുടങ്ങി. 100 സീറ്റിന് മുകളിൽ പിടിച്ച് അധികാരത്തിലെത്തും എന്ന് LDF പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ആയിരുന്നു LDF-ന്റെ പ്രചാരണം. എങ്ങും മുഖ്യമന്ത്രിയുടെ മുഖം മാത്രം, മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് പിണറായി വിജയൻ. തുടക്കത്തിൽ 100 സീറ്റ് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇലക്ഷൻ എടുത്തപ്പോൾ അത് 90 എന്നൊരു ഘട്ടത്തിലേക്ക് എത്തി. ഇപ്പോൾ കൂട്ടിയും കിഴിച്ചും 75 സീറ്റ് വരെ നേടാം, 70 മുതൽ 75 സീറ്റ് വരെ നേടാം എന്ന രീതിയിലാണ് LDF കേന്ദ്രങ്ങളുടെ വർത്തമാനം. എന്തായാലും ഞങ്ങൾ 3-ാം ഊഴത്തിലേക്ക് തന്നെ എന്നുറപ്പിച്ചുകൊണ്ട് LDF. 3-ാം ഊഴം പ്രതീക്ഷിക്കുന്ന LDF-നെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതികൂല ഘടകങ്ങൾ ധാരാളമുണ്ടായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനം, സ്വർണക്കൊള്ള, വമ്പൻ അഴിമതികളൊക്കെ രാഷ്ട്രീയ ലോകത്തെ പിടിച്ചുകുലുക്കിയതാണ്. കേരളത്തിന്റെ ജനങ്ങൾ അതിൽ ഞെട്ടിത്തെരിച്ച അഴിമതികൾ പോലുമുണ്ട്. അവസാനം വന്ന മെഡിസിപ്പ് പോലും ഉദ്യോഗസ്ഥരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചിരിക്കുകയാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഈ ഇലക്ഷൻ. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൽ മാത്രമാണ് കുറെ കാലമായി CPM-ന്റെ ഭരണമുള്ളത്. കേരളത്തിൽ കൂടെ നഷ്ടപ്പെട്ടാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം CPM-ന് ഒരു സംസ്ഥാനത്തിലും ഭരണമില്ലാത്ത ഒരവസ്ഥ വരും. കനൽത്തരി പോലും കാണാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ ഇപ്പോഴത്തെ വിജയം LDF-നെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ്. എന്തായാലും നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കും എന്ന് തന്നെ LDF കരുതുന്നു. LDF അധികാരത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് മറ്റൊരു പേരില്ല, പിണറായി വിജയൻ തന്നെയാണ്. എന്നാൽ LDF പ്രതിപക്ഷത്തായാൽ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് പിണറായി എത്തില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അതിന് മറ്റൊരു മുഖമായിരിക്കും ബാലഗോപാലിന്റെയോ P രാജീവിന്റെയോ ഒക്കെ മുഖം. അധികാരത്തിൽ ഒറ്റയാനായി വാണ പിണറായി വിജയന് പ്രതിപക്ഷ നേതാവായിരിക്കാൻ ഒരിക്കലും ആഗ്രഹം കാണില്ല. ഇപ്പോൾ തന്നെ ഇലക്ഷന് ശേഷം പിണറായിയെ പുറത്തു കാണാനില്ല. നേത്രചികിത്സയ്ക്ക് വിധേയനായി വിശ്രമത്തിലാണ് എന്നാണ് വിവരം. എന്തായാലും നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും തങ്ങൾ ഭരിക്കുമെന്ന് LDF-ഉം, ഒരു കാരണവശാലും LDF ഭരിക്കില്ല എന്ന് UDF-ഉം കരുതുന്നു. UDF-നെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തുടക്കത്തിലേ ഉണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷന് മുന്നിൽ അവർ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. വോട്ടെടുപ്പ് ദിവസം വരെ എണ്ണയിട്ട യന്ത്രം പോലെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് തന്നെയാണ് UDF ഇലക്ഷൻ നേരിട്ടത്. കാരണം ഇനിയൊരു ഭരണം LDF-നുണ്ടായാൽ അത് UDF-നെ ബാധിക്കുക, കോൺഗ്രസിനെ ബാധിക്കുക ചെറിയ രീതിയിലായിരിക്കില്ല. കാരണം ഇനി ഒരു പ്രാവശ്യം കൂടി എന്ന് പറഞ്ഞാൽ 10 വർഷം പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞു കോൺഗ്രസ്. ഇനി ഒരു പ്രാവശ്യം കൂടി പ്രതിപക്ഷത്തേക്ക് ഇരിക്കുന്നതിനുള്ള ബാല്യം കോൺഗ്രസിനില്ല. ഒരു പ്രാവശ്യം കൂടി പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസ് അമ്പേ പരാജയപ്പെടും. ഘടകകക്ഷികൾ മുന്നണി വിട്ടുപോകും. ആദ്യം വിട്ടുപോകുന്നത് മുസ്ലിം ലീഗ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭരണം പിടിക്കേണ്ടത് കോൺഗ്രസിന്റെ അത്യാവശ്യമായിരിക്കുന്നു. അതേ കാരണം കൊണ്ട് തന്നെ വോട്ടെടുപ്പ് ദിവസം വരെ എണ്ണയിട്ട യന്ത്രം പോലെ ശക്തമായി പ്രവർത്തിച്ചു കോൺഗ്രസ്. ഇടയ്ക്ക് ചില കല്ലുകടികൾ, K സുധാകരൻ പോലുള്ള ചില കല്ലുകടികൾ ഉണ്ടായി എങ്കിലും ഇലക്ഷൻ കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം അധികാരം കയ്യിൽ കിട്ടും എന്നുറപ്പിച്ച നിമിഷം മുതൽ കോൺഗ്രസിൽ തമ്മിലടിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി. അത് സോഷ്യൽ മീഡിയകളിലും പത്രങ്ങൾ വഴിയും, ഇപ്പോൾ ഇതാ പുസ്തക പ്രസിദ്ധീകരണം വഴിയും, പത്രത്തിൽ വാർത്ത കൊടുത്തും പരസ്യം കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി ആക്രമിക്കുന്നു.
ഇപ്പോൾ ചെന്നിത്തലയെ കുറിച്ച് പത്രത്തിൽ കൊടുത്ത ഒരു ഫീച്ചർ, ഒരു പരസ്യ ഫീച്ചറാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. എ ലോങ് മാർച്ച് ഓഫ് എ കോൺഗ്രസ് മാൻ എന്ന പേരിൽ ചെന്നിത്തലയുടെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ സബരിയെക്കുറിച്ച് കൊടുത്ത പരസ്യം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. ചെന്നിത്തലയെക്കുറിച്ച് ഒരു പുസ്തകവും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. സതീശനും വേണുഗോപാലും ഒക്കെ പുസ്തക രചനയിലാണ്. ഇവരൊക്കെ നേരത്തെ തന്നെ പുസ്തക രചനയിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ സാഹിത്യ ലോകത്തിന് വലിയൊരു സംഭാവനയായേനെ. എന്തായാലും ഇവിടത്തെ തമ്മിലടിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എതിർപ്പിലാണ്, വിഷണ്ണരാണ്. എന്നാലും 80 സീറ്റ് വരെ എങ്കിലും നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് തന്നെ UDF പ്രതീക്ഷിക്കുന്നു. UDFന്റെ പ്രതീക്ഷ ഭരണവിരുദ്ധ വികാരത്തിലാണ്, തങ്ങളുടെ പ്രവർത്തനത്തിലല്ല. ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെ കോൺഗ്രസ് കരുതുന്നു. എങ്കിൽ 100 സീറ്റ് വരെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും 80-ൽ കുറയില്ല എന്ന് UDF കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നു. ഇനിയുള്ളത് BJP ആണ്. തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ഇപ്പോൾ നിയമസഭയിൽ അക്കൗണ്ട് വരേണ്ടത് BJPയുടെ ആവശ്യമാണ്. മുൻപ് നേമത്ത് അക്കൗണ്ട് തുറന്നതാണ്, എന്നിട്ട് BJP തന്നെ അതിനെ കൊണ്ടുപോയി കളഞ്ഞു. ഇപ്പോൾ BJP പ്രതീക്ഷിക്കുന്നത് മിനിമം 2 സീറ്റാണ്. 20 സീറ്റ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. 35 A ക്ലാസ് മണ്ഡലങ്ങളിൽ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. ഏറ്റവും കുറഞ്ഞത് 10 സീറ്റെങ്കിലും നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ശക്തമായ പ്രവർത്തനം BJP നടത്തി. പക്ഷേ BJPയുടെ കാര്യം വരുമ്പോൾ മറുഭാഗത്ത് വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് BJPയെ തോൽപ്പിക്കാൻ ഏറ്റവും ജയസാധ്യതയുള്ള LDF അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സീറ്റുകൾ കുറവാണ് BJPയും പ്രതീക്ഷിക്കുന്നത്. 2 സീറ്റെങ്കിലും കഴക്കൂട്ടവും നേമവും എങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് BJP. എന്നാലും തിരുവനന്തപുരത്ത് 4 സീറ്റിൽ കുറവ് അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇപ്പോഴും പുറത്തു പറയുന്നത് കേരളത്തിൽ 10 സീറ്റെങ്കിലും കിട്ടും എന്ന് തന്നെയാണ്. ഇപ്പോഴും പുറത്തു പറയുന്നത് കേരളത്തിൽ 10 സീറ്റെങ്കിലും ലഭിക്കും, തൂക്കുമന്ത്രിസഭ വരും, ആര് ഭരിക്കണം എന്നുള്ള നിർണായക ശക്തിയായി തങ്ങൾ മാറും എന്ന് തന്നെ BJP കേന്ദ്രങ്ങൾ പുറമേ പറയുന്നുണ്ട്. എന്തായാലും 6 ദിവസം കൂടി കാത്തിരിക്കാം. രാഷ്ട്രീയ ലോകത്തിന്റെയും കാലാവസ്ഥയുടെയും ചൂടിന് ഒരു ശമനമുണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.